പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മളെ സന്ദർശിക്കണോ? കണ്ണുനീരോടെ അവന്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കാൻ ഇന്ന് നീ തയ്യാറായാൽ, ഏതവസ്ഥയായിക്കോട്ടെ, സമാധാനക്കേടോ സങ്കടോ എന്തുവായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരോടും പരാതി പറയണ്ട. ഇന്ന് ഈശോയുടെ മുമ്പിൽ കണ്ണുനീരോടെ ഒന്ന് നിന്നു കൊടുത്തേക്കണം. ബാക്കി മൊത്തം കർത്താവ് നോക്കും, ബാക്കി എല്ലാം ഈശോ നോക്കും. ഈശോ മാത്രമാണ് നമുക്ക് വലുത്. ആ കർത്താവിനെ നമ്മൾ പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ പോവുകയാണ്. അവനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 62-ാം സങ്കീർത്തനം ഇതിനോടൊന്ന് ചേർത്ത് വെക്കണം. 62-ാം സങ്കീർത്തനത്തിൽ ആശ്വാസം ദൈവത്തിൽ മാത്രം. എന്താണ്? സ്വരം ഉയർത്തി പറ. ആരിൽ മാത്രം? ദൈവത്തിൽ മാത്രം. അപ്പോൾ ആ ഒരു ചിന്ത കൂടി ആരാധനയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി ആ സങ്കീർത്തനം ഞാൻ വായിക്കാം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. എവിടെയാണ് ആശ്വാസം? കർത്താവിൽ മാത്രം. ആ കർത്താവിൽ മാത്രം ആശ്രയമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൽ കർത്താവ് സന്ദർശിക്കാൻ ഇന്ന് കാത്തിരിക്കാൻ പോവുകയാണ്. കേട്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരെയാ കാത്തിരിക്കാൻ പോകുന്നേ? ഈശോയെ. അപ്പൊ ഈശോ എന്ത് ചെയ്യും? ഇറങ്ങി വന്ന് സന്ദർശിക്കുവോ? ഉറപ്പാണോ നിങ്ങൾക്ക്? ഈശോ സന്ദർശിക്കും മക്കളെ. ഈശോ സന്ദർശിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി എൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും ഞാനിപ്പോൾ ആരുടെയും ഫോൺ എടുക്കാറില്ല, പക്ഷേ എൻ്റെ മെയിലിലേക്കും ഫോണിലേക്കും വരുന്ന ടെസ്റ്റിമണികൾ ഞാൻ കാണാറുണ്ട്. ഇഷ്ടം പോലെ ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു മെസ്സേജ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: 6.5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം, ഇവിടെയല്ല ദുബായിലാണ്. ആ പെൺകുട്ടിയോട് ഒക്ടോബർ മാസം ഒരു 12-13 ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നീ ഒരു കാര്യം ചെയ്യുക, നീയും നിന്റെ ഹസ്ബൻഡും ഇന്ന് മുതൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലൂക്ക 18:27 വചനം പറഞ്ഞു, നീ അങ്ങ് പ്രാർത്ഥിച്ചു, ഈശോ നിനക്ക് വേണ്ടി ഇടപെട്ടു. അവള് ഈ കഴിഞ്ഞ ദിവസം, എനിക്ക് ഒന്നൊരു 17-ാം തീയതി ആയി കാണും, എനിക്ക് അവളുടെ മെസ്സേജ് ഉണ്ട്: സിസ്റ്ററെ, എനിക്ക് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് 2 ദിവസമായിട്ട്. എനിക്ക് വല്ലാത്ത ക്ഷീണമാ, എൻ്റെ മേൽ മുഴുവൻ പെരുക്കുക സിസ്റ്ററെ, എനിക്ക് എന്താ പറ്റിയേ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് വേഗം ആശുപത്രി പോകാം, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നന്റാ. പ്രിയപ്പെട്ട മക്കളെ, കെട്ടിയോളും മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, സിസ്റ്ററെ 17 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. 17 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികളാണ് ഞങ്ങൾ, ഒന്ന് പ്രാർത്ഥിക്കണേ സിസ്റ്ററെ. അവരോടും ഞാൻ പറഞ്ഞു, നമുക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഉണ്ടോ? ശക്തി ആരുടേതാ ശക്തി? ദൈവത്തിൻ്റെത് മാത്രമാണ്, വേറെ ആരുടേതുമല്ല. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത്ഭുതമാണ്, അത്ഭുതം. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതം. ആ ചേച്ചി ഇന്ന് പ്രഗ്നന്റ്. ഈശോ കൊടുത്തതാ. എൻ്റെ ഇടമകളുണ്ട് 16 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തൊരു ചേച്ചി. ആ ചേച്ചിക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ചേച്ചി ഓടി വന്നിരിക്കുക കൊച്ചിനെ കൊണ്ട്. പണ്ടൊന്നോ പ്രാർത്ഥിക്കാൻ വന്ന ഒരു 7 വർഷം മുമ്പ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കുക എൻ്റെ കൊച്ചിനെ, നല്ലൊരു ആങ്കൊച്ച് എൻ്റെ മുമ്പിൽ. എത്ര ദിവസം ഇതിനെ കൊണ്ട് വന്നെന്നറിയോ സിസ്റ്ററിനെ ഒന്ന് കാണിക്കാൻ? ഒരു സുന്ദരൻ ആങ്കൊച്ചിനെ ഈശോ കൊടുത്തിരിക്കുക. ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈശോ വരും, പക്ഷേ അവൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തണം, കണ്ണീരൊഴുക്കണം. എത്ര വർഷം ഈശോയ്ക്ക് തടസ്സമാണോ? ആണോ? അല്ല, ഒന്നും തടസ്സമല്ല. എല്ലാ ശാസ്ത്രങ്ങളും ഇങ്ങനെ പണി മുടക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ഈശോയുടെ ദൈവശാസ്ത്രം ഉണ്ടല്ലോ, കർത്താവിൻ്റെ സ്നേഹശാസ്ത്രം ഉണ്ടല്ലോ, കരുണയുടെ ശാസ്ത്രം ഉണ്ടല്ലോ, അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കര കവിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും കാണുന്ന ആശ്വാസം ആരിൽ കണ്ടെത്തണം? ഈശോയിൽ മാത്രം. ഇങ്ങോട്ട് മാത്രം കണ്ണുവെച്ചേക്കണം. ഇങ്ങോട്ട് മാത്രം കണ്ണുവെച്ചാൽ അവിടെ നിന്നെന്നും എൻ്റെ ജീവിതത്തിൽ നീ എന്ത് ചോദിച്ചു, ഏത് പാറയാണോ നിനക്കുള്ളത്, അവിടേക്ക് ആര് നിന്നെ കയറ്റി നിർത്തും? ഈശോ
കയറ്റി നിർത്തും. അപ്പോൾ ഇനി അസാധ്യങ്ങൾ വല്ലതും ഉണ്ടാവോ? ഇന്ന് ഉണ്ടാവുമോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഒറ്റ കാര്യം ചെയ്യണം, ഈശോയിലേക്ക് നമ്മുടെ ആശ്വാസം മൊത്തം വെക്കണം. അങ്ങനെ ആശ്വാസം മൊത്തം വെച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രാവശ്യം സംസാരിക്കും, 2 പ്രാവശ്യം ഞാൻ എന്ത് കേൾക്കും? മറന്നുപോയോ? ശക്തി ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് 1 പ്രാവശ്യം കേട്ടാൽ മതിയോ? ഒരു പ്രാവശ്യം കേട്ടാൽ മതിയോ? 2 പ്രാവശ്യം കേൾക്കുന്നുള്ളൂ. 2ാമത്തെ കേൾവി എന്താന്നാ പറഞ്ഞേ? അത് അനുഭവം. നിങ്ങൾക്ക് 1 വേണോ 2 വേണോ? അപ്പൊ ശക്തി ആരുടേതാ? ദൈവത്തിന്റെ. വചനം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ആരുടേതാ? ദൈവത്തിൻ്റെതാ. ശക്തി കർത്താവിൻ്റെതാണ് എങ്കിൽ നമ്മുടെ ഈ 2 ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം. ഈശോയുടെ മുമ്പിൽ ഇരുന്നാൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നാളെ വരുമ്പോൾ എന്ത് കൊണ്ടുവരണം? ബൈബിൾ കൊണ്ടുവരണം. ഇന്ന് 1-ാം ദിവസമായതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഈ വചനമൊക്കെ എടുത്തങ്ങ് വായിക്കണം. ഇന്ന് വചനം വലുതായിട്ട് എനിക്ക് വായിക്കാനോ പറയാനോ പറ്റില്ല. കാരണം നിങ്ങളുടെ ആരുടെയും കയ്യിൽ തന്നെ 2-3 പേരുടെ കയ്യിൽ മാത്രമേ ബൈബിളുള്ളൂ. നാളെ എല്ലാവരും കൊണ്ടുവരുമോ? കൊണ്ടുവന്നാലേ നാളെ തൊട്ട് വചനം ശരിക്കും പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വചനം കൊണ്ടുവരണം, ബൈബിൾ എടുത്തുകൊണ്ട് വരണം, വായിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. കർത്താവ് നമ്മളെ തൊടും. എനിക്ക് ബോധ്യം, നിങ്ങൾക്ക് ബോധ്യം ഇല്ലെങ്കിൽ പോലും ആർക്ക് ബോധ്യമുണ്ട്? എനിക്ക് ബോധ്യമുണ്ട്. ആർക്ക് ബോധ്യമുണ്ട്? എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ ആരാന്നാ നിങ്ങളോട് ഞാൻ പറഞ്ഞേ? പറഞ്ഞേ അസൂയപ്പെടുന്നു വേണ്ട, വേഗം പറ. ആരാന്നാ ഞാൻ പറഞ്ഞേ? കർത്താവിൻ്റെ മണവാട്ടിയ. എനിക്കത് വലിയ ബോധ്യമാണ്. ഈശോ ബോധ്യപ്പെടുത്തൊരു മടുത്തോ? മടുത്തോ? ഒരു കുഞ്ഞു കാരോട് പറയാം. ഈശോ തന്നെ ബോധ്യപ്പെടുത്തൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച, അതായത് നവംബർ 10-ാം തീയതി ഞാൻ കോട്ടയത്ത് തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ധ്യാനം ചെയ്യാനായിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ 2 പിതാക്കന്മാരുണ്ട്. 2 പിതാക്കന്മാർ ഒത്തിരി സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ധ്യാനം ചെയ്യാൻ ഞാൻ കയറി. ഒത്തിരി ആളുകളൊക്കെയുണ്ട്. പ്രോഗ്രാമൊക്കെ ലൈവായിട്ട് പോകുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ തിരുമേനി ഓടി ഇങ്ങ് വന്നു. തിരുമേനി പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. അപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാകും, ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ഞാനും ഈ തിരുമേനിയും കസേരയിട്ട് ഇവിടെ ഏറ്റവും മുമ്പിലിരിക്കും. ഇന്ന് കസേര എടുക്കാൻ ഞാൻ ഇങ്ങ് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറയുകയാണ്, ഈ കസേരയിൽ നീ ഇരിക്കണ്ട, നീ വേഗം മധുബഹായ്ക്കുള്ളിൽ അൾത്താരയിൽ പ്രവേശിക്കുക, കുർബാന എടുത്തു വെക്കുക, എൻ്റെ മണവാട്ടി വചനം പറയാൻ പോവുകയാണ്. അപ്പോൾ നീ ഇവിടെ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും ഈ തിരുമേനയും ഈ വൈദികനും ഒരുമിച്ച് മദ്ബഹായിൽ വിശുദ്ധ കുർബാന എടുത്തു വെച്ച് തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ കൺമുമ്പിൽ ഒരു ദർശനം കാണിച്ചു തന്നു. ഈശോ ഇറങ്ങി ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഓരോരുത്തരുടെയും കൈകളിൽ ഒത്തിരി സമ്മാനം കൊടുത്തിട്ട് എൻ്റെ കാതിൽ വന്ന് പറഞ്ഞു, എൻ്റെ മണവാട്ടി വചനം പറയുമ്പോൾ ഞാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്ന് ഈശോ പറഞ്ഞെന്ന് ആ തിരുമേനി ലോകം മൊത്തം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി, മക്കളെ, നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും, എത്ര അറിവില്ലാത്തവരാണെങ്കിലും, എത്ര താഴ്ന്നു കിടക്കുന്നവരാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നിന്നാൽ അവിടെ ഈശോ പ്രവർത്തിച്ചോളും. ശക്തി ആരുടേതാ? ശക്തി കർത്താവിൻ്റെത് മാത്രം. എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈശോ ഒരു പിതാവിന്റെ അതിരത്തിലൂടെ ലോകം മൊത്തം വിളിച്ചു പറഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്നെ തൻ്റെ മണവാട്ടിയായി അംഗീകരിച്ചതിൻ്റെ അടയാളമായി ഞാൻ അതിനെ കണ്ടു. ദൈവശാസ്ത്രം ഒന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച്, പക്ഷേ എൻ്റെ ചങ്കിൽ ഞാൻ എടുത്തു വെച്ചു. അതുപോലെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഈശോ ആരെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് അങ്ങനൊരു അനുഭവം തന്നെങ്കിൽ അതിനപ്പുറത്തൊരു അനുഭവം തരാൻ
ഇന്നാൾ താരെ വിട്ട് ആരിറങ്ങി വരും? ആരിറങ്ങി വരും? ഈശോ ഇറങ്ങി വരും. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞേ. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കും. നീ എത്ര വേദനയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ ICUവിലാണെങ്കിലും ആര് സന്ദർശിക്കും? ഒത്തിയുണ്ടോ? ഇവിടെ 5 പേരേ ഉള്ളോ? 5 പേരേ ഉള്ളോ? പിന്നെ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ ICUവിൽ വെന്റിലേറ്ററിലാണെങ്കിലും ആര് സന്ദർശിക്കും? ഈശോ സന്ദർശിക്കും. എല്ലാവരും ക്യാൻസർ എന്ന് വിധി എഴുതിയൊരു കുടുംബം, വിധി എഴുതിയൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം പുറത്താ. അവരുടെ മൂത്ത മോന് കൈയൊക്കെ ശോഷിച്ചൊരു മകൻ, കാലുമൊക്കെ ശോഷിച്ചൊരു മകൻ ഒരിക്കല് കഴിഞ്ഞ ഒരു മാസമായി കാണും, മടത്തി വന്നു. സിസ്റ്ററെ, കണ്ടേ തീരുന്നവൻ ശാഠ്യം പിടിച്ചാ മടത്തി വരുന്നേ. എന്നെ കണ്ട അമ്മച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 2 കവിളിൽ ഉമ്മ തന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി എനിക്ക് ഉമ്മ തരുന്നേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ ചേച്ചിയോട് പറയാ, സിസ്റ്ററെ, സിസ്റ്റർ കാരണ എൻ്റെ ഈ മകൻ ജീവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇവനെ എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ അവര് പറയാണ്, എൻ്റെ ഈ മോന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു സിസ്റ്ററെ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോ ഈ മോന് ബ്ലഡ് ക്യാൻസർ ആയി, എല്ലാവരും ഉപേക്ഷിച്ചു, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോ എൻ്റെ കൊച്ച് സിസ്റ്ററിനൊരു മെസ്സേജ് അയച്ചു, സിസ്റ്ററെ, ഞങ്ങൾക്ക് മോന് ഇങ്ങനെ അസുഖമാ, പ്രാർത്ഥിക്കണം. സിസ്റ്റർ ഫോണൊന്നും എടുത്തില്ല, ഒത്തിരി വിളിച്ചിട്ടും. ഞാൻ സിസ്റ്റർ ഒരു മറുപടി തിരിച്ചയച്ചു, 12 ദിവസം കുർബാനയിൽ പോയി പങ്കെടുത്ത് കുർബാന ഉൾക്കൊള്ളണമെന്ന്. പ്രിയപ്പെട്ട സിസ്റ്ററെ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല, പോകാൻ പറ്റില്ല. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞില്ലേ? എൻ്റെ മകൻ പറഞ്ഞ, അമ്മേ, അത് ഈശോയുടെ വാക്കാ, ഈശോ പ്രവർത്തിക്കാനാ, അതുകൊണ്ട് നമുക്ക് കത്തോലിക്ക പള്ളി പോയേക്കാം. അടുത്തൊരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളി പോകും, പക്ഷെ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പൊ കുർബാന ഈ കൊച്ചിങ്ങനെ മനം തുറന്ന് കണ്ണടച്ച് അരൂപി സ്വീകരിക്കും. 2 ദിവസം അവരുടെ പള്ളി കുർബാനയുണ്ട്. ആ 2 ദിവസം അവിടെ പോയി കുർബാന സ്വീകരിക്കും. 9-ാം ദിവസം രാവിലെ അവൻ എഴുന്നേറ്റപ്പോ അവന്റെ ചെവിയിൽ ഒരു സ്വരം കേൾക്കുകയാ. ഒരു സ്ത്രീ സംസാരിക്കുന്നവൻ കേട്ടെന്നാ പറഞ്ഞേ, ഇന്ന് തന്നെ ആശുപത്രിയിൽ പോക്കോ, നിന്റെ രോഗം ഭേദമായെന്ന്. അവർ അന്ന് തന്നെ ആശുപത്രിയിൽ ചെന്നു. പരിശോധിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന് ഹോസ്പിറ്റൽ വിധി എഴുതി. അവന് ഒരസുഖവും ഇല്ല. അവൻ വലിയ സന്തോഷത്തിൽ ഇന്ന് അവനോട് ഈശോ സംസാരിക്കും. ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവനോട് ഈശോ സംസാരിക്കുവോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഒന്നുമല്ല, അതാരുടെ ശക്തിയാ? ഈശോയുടെ ശക്തിയാ. നമുക്കാർക്കും ഒന്നും അറിയില്ല, ഈശോയ്ക്കെല്ലാം അറിയാം. അവൻ എല്ലാം സാധിക്കും, മുഴുവനും സാധിക്കും. ഈ നാളുകൾ ഞാനത് കണ്ടോണ്ടിരിക്കുക, ചുമ്മാ ഞാൻ ഇരിക്കുവാണ്. എനിക്കറിയാം ഈശോ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒത്തിരി ജീവിതങ്ങളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ കാണുകയാ. എനിക്ക് സന്തോഷമാണ് ഈശോ ഇങ്ങനെ ജീവിതങ്ങളെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എത്രയോ മക്കൾ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത്, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഒരാളെ നമുക്കുള്ളൂ. അത് ആരാ? അത് ആരാ? ഉറക്കപ്പറ, ആരാ ഉള്ളേ? ഈശോ മാത്രം, ഈശോ മാത്രമേ ഉള്ളൂ. എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കോ? പറയാനോ സ്വരമില്ലല്ലോ. നിങ്ങൾക്കോ? അതോ ചേട്ടനില്ലേ? ചേച്ചി, ചേട്ടൻ പോയോ? എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ആരേ ഉള്ളൂ? ഈശോ മാത്രമേ ഉള്ളൂ. ഈശോ മാത്രം. ആ ഈശോ മാത്രമേ ഉള്ളെന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ആ ഈശോ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും. ഏകാഗിയായി നിൽക്കുന്നവരെ സഹായിക്കേണ്ടത് ആരുടെ കടമയാ? കർത്താവിന്റെ കടമയല്ലേ? വേറെ എങ്ങോട്ടോ പോകുന്നു? വേറെ ആരുമില്ല നമുക്ക് ഈശോ മാത്രം. അപ്പോൾ ആശ്വാസം ആരിലാണ്? ഈശോയിലാ. കടബാധ്യതയോട് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു ദിവസം വേണോ ഈശോയ്ക്ക് മാറ്റാൻ? 1 മിനിറ്റ് പോരെ മാറ്റാൻ? 1 മിനിറ്റ്. കടബാധ്യതയുള്ള മക്കളൊന്നും ഭാരപ്പെടണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ നിരന്തരം മെസ്സേജ് രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ അവൻ മെസ്സേജ് അയച്ചു. അവൻ പറഞ്ഞു, സിസ്റ്ററെ, നാളെ ജപ്തി ചെയ്യും, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അപ്പനും അമ്മയും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും, ഞാൻ ഈ രാത്രി മരിക്കാൻ പോവാ, സിസ്റ്റർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ രാത്രി 2 മണിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ രാവിലെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ദൈവം ശർക്കം മരിച്ചോന്നറിയത്തില്ല. ഇനി വിളിച്ചാൽ പിന്നെ എൻ്റെ ഫോൺ അവസാനം ചെന്നതായിട്ടിരിക്കണം, ഞാൻ ഫോൺ വിളിച്ചില്ല. അന്നൊരു കാര്യം നടന്നു. ഈ ചെറുപ്പക്കാരൻ അവൻ പിറ്റേ ദിവസം അവൻ പറയാണ്, സിസ്റ്ററെ, ഞാൻ ഈ ജപ്തി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു.
കോള് വന്നെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ മീനച്ചി താലൂക്കിലാണ് ഇവന്റെ വീട്. അപ്പോ ഈ വെള്ളപ്പൊക്കം അനുഭവിച്ച താലൂക്കിലുള്ള വീടുകൾക്ക് ഒരു ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യം അവർക്ക് എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അത് അടുത്ത ഡിസംബർ വരെ 2020 വരെ നീട്ടിക്കൊടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു. അവൻ ഈ ദിവസം ജപ്തി മരിക്കാൻ പോവാന്ന് പറഞ്ഞിരുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ എത്ര നാളെ ഈശോ നീട്ടിക്കൊടുത്തേ? ഒരു ദിവസമാണോ? അല്ല, 1 വർഷവും 1 മാസവും. അവൻ ഈശോയോട് ചോദിച്ചത് അടുത്ത ദിവസത്തേക്കൊന്ന് മാറ്റണേ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈശോയെ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ചെറിയ കാര്യമാണ് ഈശോ ചെയ്യുന്നേ, അല്ല വൻ കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ ഹൃദയം തുറന്ന് ഈശോയെ സ്നേഹിക്കണം. വേറെ ആരും എനിക്കില്ല, നീ മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ സ്വർഗം ഇടപെടാൻ തുടങ്ങും. സ്വർഗം ഇടപെട്ട് ജീവിതത്തെ അനുഗ്രഹിക്കും. എത്ര അസാധ്യമുണ്ടെങ്കിലും ആര് സാധ്യമാക്കും? ഈശോ സാധ്യമാക്കും. ശക്തി ആരുടേതാണ്? സ്വരമില്ല. ശക്തി ആരുടേതാ? ഈശോയുടേത്. കർത്താവ് 1 പ്രാവശ്യം സംസാരിച്ചു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ശക്തി. അപ്പൊ ചാടി എഴുന്നേൽക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെടും. നായീമിലെ വിധവയെ പോലെ കണ്ണുനീരൊഴുക്കാൻ നീ തയ്യാറാകാൻ പോവുകയാണ്.